ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേരിട്ട് കണ്ടത്. എനിക്ക് 2 ആമക്കളാവുന്നു. നാളെ അവർക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ +2 പഠിക്കുകയാണ്. അങ്ങനെ +2 പഠിക്കുമ്പോൾ അവർക്ക് ഒരു അഫയറോ ഇഷ്ടമുണ്ടായി, മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു. അങ്ങനെ 20 വർഷം കെട്ടിക്കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ജയിലിലുണ്ട്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേരിട്ട് കണ്ടത്. അതായത് +1ലും +2ലും പഠിക്കുന്നു, 2 കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ്, അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടിയുടെ അച്ഛനും ഉമ്മയും കൊണ്ട് പോലീസ് കേസ് കൊടുത്തു. പയ്യൻ 20 വർഷം കോടതി അടിച്ചു കൊടുത്തു. 20 വർഷം, അതായത് ഒരുത്തരെ കൊന്നാ കിട്ടുന്നതിനെക്കാട്ട് കൂടുതൽ വർഷം. എന്തിനാണ്? +1ലും +2ലും പരസ്പരം അഫയറും ഇഷ്ടമുണ്ട് കുട്ടികളുണ്ടായിരുന്നു. വേറെ നൗഫലിന്റെ കേസ് അറിയേണ്ടതാണ്. ഞാൻ നൗഫലിനോട് ചോദിച്ചു, മോനെ പെണ്ണ് എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 19 വയസ്സ്, പെണ്ണിന് 17 വയസ്സ്. ഞാൻ പറഞ്ഞു, മോശമല്ലേ നീ ചെയ്തു? ചേട്ടാ എന്റെ ഭാര്യയാണ് ചേട്ടാ, ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച് കല്യാണവും നിക്കാഹും എല്ലാം ആയതാണ്. ഈ പെൺകുട്ടി സ്കൂളിൽ കൗൺസിലിംഗിന്റെ സമയത്ത് കൗൺസിലർ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു. പയ്യൻ 20 വർഷം പോക്സ് അടിച്ചു കൊടുത്തു. ഇപ്പോൾ 1,65,000 70,000 രൂപ ജാമ്യം കെട്ടിവെച്ചാൽ ഇവന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ടോ? സ്ഥിരം ഭാര്യ കാണാൻ വരാറുണ്ട്. ഭാര്യയും ഭാര്യയുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മാച്ചനും കാണാൻ വരാറുണ്ട്. പയ്യന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? വേറെ ശ്രീകാന്ത് നമ്പൂതിരി എന്ന് പറഞ്ഞൊരു പയ്യൻ കിടപ്പുണ്ട്. അവൻ ഇതേപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയുടെ പ്രായം കഴിഞ്ഞതാണ്, പ്രായമൊക്കെ നോർമലാ. വീട്ടുകാർക്ക് ഇവനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പെൺ വീട്ടുകാർക്ക് ഇവനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണം. കൊണ്ട് പോക്സ് കൊണ്ട് കൊടുത്തു. പെണ്ണിനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചു ചെയ്തു. അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിച്ച് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു, ഞാൻ ആത്മഹത്യ ചെയ്യും, നീ അവനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ. പെൺകുട്ടി അവിടെ ഇവിടെ തൊടാത്തൊരു മൊഴി കൊടുത്തു. അവന് 20 വർഷം കിട്ടി. നാളെ അങ്ങനെ 20 വർഷം നമുക്ക് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇരുട്ട് കയറുന്നത് മനസ്സിലാവുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ? 20 വർഷം ഒരുത്തനെ ജയിലിലിടാൻ എന്ത് ബേസിലാണ് നിയമങ്ങൾ? വളരെ ഈസിയല്ലേ. കുട്ടികൾ കേന്ദ്രന്റെ കേസ് ഇപ്പൊ എല്ലാവർക്കും ആണ്. ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു. കുട്ടികൾ കേന്ദ്രത്തിന് 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. 2-3 പ്രമുഖ സിനിമകൾ പുള്ളിയുടെ പോയി. 13 ലക്ഷം രൂപ പുള്ളിയുടെയും ചെലവായി. കുട്ടികൾ കേന്ദ്രത്തിന് സെറീന എന്നൊരു ഭാര്യ പോരാടാനുള്ളോട് മാത്രമാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. കുട്ടികൾ കേന്ദ്രം കോഴിക്കോട് നമ്മുടെ പ്രശ്നിക്ക് വന്നു. ഇതൊക്കെ ആത്മഹത്യ നിന്നാണ്. എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യും? ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെൺകുട്ടി മൊഴി വന്നു കൊടുത്തു, പെൺകുട്ടി പരാതിക്കാരിയാണെന്ന് പറഞ്ഞു, മതി, ആസാനമായി. എവിടെ ചെന്നാണ് ഈ രാജ്യത്ത് ആണുങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവേണ്ടത്? എന്തായാലും വളരെയധികം ഉള്ളുലഞ്ഞ് മനസ്സിൽ തട്ടി തന്നെയാണ് രാഹുൽ ഈശ്വർ ഇത് വിതുമ്പിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വേദന അറിയണമെങ്കിൽ നമ്മൾക്ക് നേരിട്ട് ഇത് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ നമുക്കും മനസ്സിലാവുകയുള്ളൂ. എന്തായാലും രാഹുൽ ഈശ്വറിന് ബിഗ് സല്യൂട്ട്.